ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുക, ജയിലിലാക്കപ്പെടുക, എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അഭിമുഖീകരിക്കുക. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം വ്യാജമായ പരാതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരി തന്നെ രംഗത്ത് വരിക. അങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെടുക കോടതിയിൽ നിന്ന്. ഈ കഴിഞ്ഞ 7 വർഷക്കാലം ഒരു മനുഷ്യൻ അനുഭവിച്ച ഈ ഒരു പരാതിയുടെ പേരിലുമൊക്കെ അനുഭവിച്ച ആരോപണങ്ങളുടെ പേരിൽ അനുഭവിച്ചത് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ്. എന്താണ് സംഭവിച്ചത്? ഞാൻ 2015 കുറുപ്പന്തറയിൽ സെന്റ് സേവിയേഴ്സ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു. ആ സ്ഥാപനത്തിൽ കേരളത്തിന്റെ നാനാഭാഗത്തുനിന്ന് നിരവധി കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചിരുന്നു. ആ കുട്ടികൾക്ക് പഠനത്തിന് ശേഷം പ്രാക്ടീസും ജോലിയും നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ പഠിച്ച ബാച്ചിലെ ഒരു കുട്ടി മഹാരാഷ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുകയും അവിടുന്ന് തിരിച്ചു വരുമ്പോൾ 2017 വേറൊരു വ്യക്തിയുടെ പ്രേരണ പ്രകാരം എൻ്റെ പേരിൽ കേസ് ആരോപിക്കുകയുമായിരുന്നു. ഒരു ദിവസം ആ വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് പൈസ തരണം, നീ കൊണ്ടുപോകുന്ന എല്ലാ പെൺകുട്ടിയല്ല വേറൊരാള് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികളെയും പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് പൈസ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 1 രൂപ പോലും തരികയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. നാളെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ 1 മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ശരിക്കും അതിനകത്ത് കിടന്ന് അനുഭവിച്ചു. ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു, എനിക്ക് ജാമ്യം കിട്ടുന്നു, 1 മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഞങ്ങളെ വെറുത്തു. സ്ഥാപനം റെഡി ചെയ്യുന്നു. പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്നു. കുട്ടികളെല്ലാം പറയുന്നു, സാർ അങ്ങനെ ചെയ്യാലെന്ന് പറയുന്നു. എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു. അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കിയേക്കുമായിരുന്നു. അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മതിപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആർക്കും നമ്മളെ കാണുമ്പോൾ വളരെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നത്. ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ച് ഞാനിവിടെ വരുമ്പോൾ അവിടെ നിന്ന് തീരുമാനമെടുത്ത് വരുന്ന ഇതാണ്, ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ എത്തുകയാണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് അന്ന് എൻ്റെ ഭാര്യയും 2 കുട്ടികളെന്ന് പറയുമ്പോൾ മൂത്ത കുട്ടി അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുട്ടി. 2ാമത്തെ കുട്ടിക്ക് 7 മാസം പ്രായമുള്ളൂ. കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഓരോ ദിവസവും. അവസാനം ഞാൻ ആലോചിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നീട് ജനങ്ങളും എല്ലാവരും വീണ്ടും ഇത് തന്നെ പറയും, പുള്ളി തെറ്റ് ചെയ്തിട്ട് മരിച്ചുപോയി. പിന്നെ അയാളുടെ മക്കളായിട്ട് ബാക്കിയുള്ളവരെയും എൻ്റെ ഭാര്യേനെയും ചിത്രീകരിക്കുമല്ലോ. വീണ്ടും ഞാൻ അതിൽ നിന്ന് പിടിച്ചു നിന്നു. ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കുട്ടി തന്നെ പിന്നെ ഇങ്ങനെ മാറാൻ തീരുമാനിച്ചത് എന്താണ്? കുട്ടി മാറാൻ തീരുമാനിച്ചു. കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു. അവസാനം കുട്ടിയുടെ വീട്ടിൽ കൊച്ചിനെപ്പോഴും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു മനസ്സമാധാനം ഇല്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരോട് പറയുകയും പറഞ്ഞു, എനിക്ക് സാറിനോട് ക്ഷമ പറയണം എന്നവർ പറയുകയും ചെയ്തു. അപ്പോൾ ഒരു കുട്ടികൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറിനോട് ക്ഷമ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൾ കോടതിയിൽ വന്ന് പറയട്ടെ. അപ്പോഴാണ് അവൾ പറഞ്ഞു, ഞാൻ കോടതിയിൽ വരാമെന്ന് കൂട്ടുകാരികളോട് പറഞ്ഞ്